എവിടെ നോക്കിക്കഴിഞ്ഞാലും തൊപ്പി 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 ഇതല്ലാതെ വേറെ ഒന്നുമില്ല. അതെ, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, എനിക്ക് ഇത് ഫേസ്ബുക്കിൽ വരുന്നുണ്ട്, അതേപോലെ നമ്മൾ വാട്സപ്പിൽ ഗ്രൂപ്പിലടക്കം വരാൻ തുടങ്ങിയത്. അതെ അതെ, ഈ തൊപ്പിയുടെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അറിയണ്ടാവും. പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് ഒപ്പീനിയൻസ് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ചിലപ്പം കുറെ പേരൻസോ അല്ലെങ്കിൽ വേറെ ഇൻഫ്ലുവൻസേഴ്സോ കാര്യങ്ങൾ പറയാൻ വിചാരിക്കുന്ന കേസായിരിക്കും, കുറച്ച് കാര്യങ്ങളായിരിക്കും. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നേരെ ഡയറക്റ്റ് കണ്ടന്റിലോട്ട് ഞങ്ങൾ പോവാ. ഓക്കെ, കൂടുതൽ വലിച്ചു കുറെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു വേണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ഡ്രഗ്സ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് വൾഗർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു തൊപ്പി പ്രൂഫായിട്ട്. ഓക്കെ, ദയവ് ചെയ്ത് അതൊന്നും കാണിക്കാതിരിക്കുക ഇനി മുതൽ. ഓക്കെ, ഇതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതലായിട്ട് നമുക്കറിയാം തൊപ്പിയുടെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് അധികം 18 ബിലോ ആയിട്ടുള്ള ആളുകളായിരിക്കും, ചെറിയ കുട്ടികളായിരിക്കും. മേ ബി 5ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന പിള്ളേരായിരിക്കും, ചെറിയ പിള്ളേരായിരിക്കും. അപ്പോൾ നോർമലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ബ്രോയുടെ വീഡിയോയിൽ, തൊപ്പിയുടെ വീഡിയോയിൽ 18+ കൊടുത്തു കഴിഞ്ഞാലും ഇവരൊക്കെ ഈ പിള്ളേരൊക്കെ കാണിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി അവരൊക്കെ യൂസ് ചെയ്യുന്നത് അവരുടെ പാരന്റ്സിന്റെ, ബ്രദേഴ്സിന്റെ, സിസ്റ്റേഴ്സിന്റെ ഒക്കെ മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ടായിരിക്കും. മാത്രല്ല അവരുടെ ഫോണായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ത്രൂ തൊപ്പിയുടെ ലൈവ് വന്നിട്ടുണ്ട്, അവരെന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. അവര് ക്ലാസ്സിൽ എന്തെങ്കിലും ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ അത് കാണും, അത് കണ്ടിട്ട് അപ്പൊ ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ ഡ്രഗ്സ് കാര്യങ്ങളൊന്നും വലിയ ഇതില്ല. അപ്പൊ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൂടുതൽ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മളിപ്പോ ഒന്നും വേണ്ട, നമ്മളെ മലയാളീസിന്റെ സ്വഭാവം അറിയാലോ. ഒരു സാധനം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ത്വരയാണ് നമുക്ക് എല്ലാവർക്കും. നോർമലി അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് മാക്സിമം അങ്ങനെയുള്ള പിന്നെ വൾഗർ ഇഷ്യൂസ് അതൊക്കെ പേഴ്സണൽ ആയിട്ട് ചെയ്യേണ്ട. അതാ ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പൊ ഒരാൾ സ്പ്ലിറ്റ് ആയിട്ട് പോയി, ഒരാൾ റിവെഞ്ച് പോലെ എടുക്കുന്നു, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കും, കംപ്ലൈന്റ് കൊടുക്കുക. നിങ്ങൾ ഈ ഡ്രഗിന്റെ കാര്യം പ്രൂഫ് ഒരാൾ കാണിക്കുന്നു, ഒരാൾ പേയ്മെന്റ് കൊടുത്തിട്ടില്ല പറയുന്നു, ഇപ്പുറത്തെ ഒരാൾ ഞങ്ങൾ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാകും പ്രൂഫ് കാണിക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ യൂട്യൂബിൽ ഇങ്ങനെ ലൈവ്? ശരിക്കും എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നു ശരിക്കും സ്ക്രിപ്റ്റഡാ. കാരണം തൊപ്പിനെ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുന്നേ നടന്ന വീഡിയോസ് ഒക്കെ സ്ക്രിപ്റ്റഡ് ആണ്. ഈവൻ സ്ക്രിപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, അതൊന്നും നമുക്ക് കുഴപ്പമുള്ള കാര്യമല്ല. ഇപ്പൊ കണ്ടിരിക്കുന്ന ആളുകൾക്കും കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങൾ ഈ ഒരു വൾഗർ ആയിട്ടുള്ള പിന്നെ അതുപോലെ ഡ്രഗ് യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അതൊക്കെ സ്ക്രിപ്റ്റഡ് ആക്കുമ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക ബെറ്റർ. കാരണം നിങ്ങളൊക്കെ അതായത് നിങ്ങളൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾ. അപ്പൊ അവര് നിങ്ങളെ പാതയിലൂടെ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോ വലിയൊരു ഇഷ്യൂ ആയിട്ട് പോകും. ഓക്കെ, നിങ്ങൾ ഈ സ്ട്രീമിംഗ് സ്കൂളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് നല്ല തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള പ്രവർത്തികൾ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഓൺലൈനിലിട്ട് അത് റീച്ച് കൂട്ടുക, അല്ലെങ്കിൽ അത് സ്ക്രിപ്റ്റിൽ കയറ്റുക. ഈവൻ അത് ജെന്യൂൻ ആയിട്ടുള്ള സംഭവം ആണെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബെറ്റർ അവോയ്ഡ് ചെയ്യാം. കാരണം ഒരാൾ അപ്പുറത്തുനിന്ന് ക്ലാസ് പറയുന്നത്, മറ്റേ നമ്മൾ ബാധൊക്കെ പറയല്ലോ, അതേപോലെ സംസാരിക്കുന്നത്, ക്ലാസ് പറയുമ്പോൾ സംസാരിക്കണ അതിൽ ഒരാൾ കരയണ്, ഇപ്പുറത്തെ ഒരാള് വേറൊരു കേസ്. ജാസി വേറൊരു കേസ് പറഞ്ഞാൽ ഇതില് മറ്റേ എക്സ് ഗേൾ ഫ്രണ്ട് അത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ്ട് വേറെ കുറെ ക്രിയേറ്റേഴ്സ് അവരൊക്കെ റീച്ച് കൂട്ടാനാണ്. അതായിക്കോട്ടെ, പക്ഷെ അതിലൊന്നും ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ വീഡിയോയിലൊന്നും ഒന്നും അവർ പറയുന്നില്ല. അവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇതിന് ഞങ്ങൾക്ക് ഇടപെടാൻ താല്പര്യമില്ല, ഇതിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല പറഞ്ഞിട്ടാണ് അവർ വെക്കുന്നത്. പിന്നെ ഹനാൻ ഷാന്റെ ഒന്നുമില്ല, ഏതൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇവൻ എന്തോ പറഞ്ഞു, അത് വെച്ചിട്ടാണ് ഹനാൻ ഷാ എന്ന് പറഞ്ഞാണ്ട് വേറെ ജസ്റ്റ് ഒരു ഫോൺ കോളിൽ എന്തോ ഒരു ടോക്ക് മാത്രം ഫാമിലി. അപ്പോ ഇവരുടെ ഉദ്ദേശം ഷമീറാണ് ഫസ്റ്റ് ഉണ്ടാക്കിയത് അല്ലേ, വീഡിയോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത്. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇപ്പൊ അനാൻഷ ആണല്ലോ കുറച്ചുകൂടെ മുൻപന്തിയിൽ നിൽക്കുന്നത്, റീച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോ ഇവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ആളും കൂടെ പിടിച്ച് കൊണ്ടുവരികയായിരിക്കും. എന്താ അറിയില്ല, കുറെ ആൾക്കാർ ഇതിൽ കൊണ്ടുവരുന്നു, കുറെ ആൾക്കാരെ പ്രൂഫ് കാണിക്കുന്നു, കുറെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. എന്തൊക്കെയാണെങ്കിൽ നമുക്ക് പറയാനുള്ള ഒരു കേസ് എന്താ വെച്ചാൽ ഈ ഡ്രഗ്സിന്റെ കേസ്, ഈ വൾഗർ ആയിട്ടുള്ള കോണ്ടന്റ്സ്, ഇതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലീഗലായിട്ട് മൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ തൂഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ കേസിൽ. അപ്പൊ അവരൊക്കെ സ്വമേധയാ കേസ് എടുക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരുപാട് ഇപ്പോ
ഫിലിം സൈറ്റിൽ പോയിട്ട് എന്തൊക്കെയോ വിഷയങ്ങളൊക്കെ ഉണ്ടായില്ല, ഈ മമ്മു ആയിട്ട് ഡ്രഗ്സ് മമ്മു, കാര്യങ്ങളൊക്കെ യൂസ് drugs ചെയ്ത് എന്നൊക്കെ ഒരുപാട് പറഞ്ഞിട്ട് വിറ്റ്നസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തൊപ്പി പറയണത്. അപ്പൊ ബെറ്റർ എന്ത്, സ്വമേധയാ കേസ് എടുത്തിട്ട് അതിനൊരു അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നടക്കുമ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അധിക പേർക്കുള്ള അഭിപ്രായം അത് തന്നെ ആയിരിക്കും. അപ്പൊ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ ഇങ്ങനെ കൂടുതൽ കണ്ടന്റും ഇല്ല, നിങ്ങളൊന്നും ഇനി അത് പോയിട്ട് സെർച്ച് അതെ, നിങ്ങളിങ്ങനെ ജസ്റ്റ് നമ്മള് ഗൂഗിള് വേണ്ട, ജസ്റ്റ് യൂട്യൂബില് TH അടിക്കുമ്പോ തന്നെ വരെ ഇഷ്യൂ ആ വരുന്നത്. നമ്മള് കണ്ട് നമുക്ക് വേറൊന്നും സംസാരിക്കാനില്ല. അപ്പൊ നമ്മളെ എന്തെല്ലാം കേസസ് ഉണ്ടായിരുന്നു ഇതിനു മുന്നേ, പാരന്റ്സ് ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കേസസ്, പാരന്റ്സ് കുട്ടീനെ കൊന്നു, ഇതൊന്നും ആർക്കും ഇപ്പൊ ഒന്നുമില്ല. വേൾഡ് കപ്പ് വരുന്നുണ്ട്, ഒന്നുമില്ല. ട്രെൻഡിങ് 1 എന്നുള്ളത് ഈവൻ ന്യൂസ് വരെ ന്യൂസ് ചാനൽസ് വരെ അത് ഒഴിവാക്കും. കാരണം ഇവർക്ക് വ്യൂസ് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിവേ നമ്മള് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യങ്ങള്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ബൈ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.